എല്ലാവർക്കും ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വാട്ടർ ലിലീസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാ വെറൈറ്റീസിൻ്റെയും ഫ്ലവറിംഗ് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. കൂടാതെ അതിൻ്റെ എല്ലാം തന്നെ ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് നോക്കിയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പറയുക, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണോ വേണ്ടത്, ട്യൂബർ പ്ലാന്റ്സ് ആണോ വേണ്ടതെന്ന്. നമ്മൾ കൊറിയർ എല്ലാം DTDC വഴി മാത്രമാണ് അയക്കുന്നത്. പിന്നെ അത് ഹോം ഡെലിവറി ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട്. അത് എനിക്കറിയത്തില്ല, കാരണം നിങ്ങളുടെ പ്ലേസിൽ എങ്ങനെയാണ് അവർ കൊണ്ടു തരുമോ, അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ വയ്ക്കുമല്ലോ, അപ്പോൾ അവർ നിങ്ങൾ വിളിക്കുകയാണോ ചെയ്യുന്നതെന്ന് അറിയില്ല. കൊറിയറുകാർ ഇനി DTDC ആയാലും പ്രൊഫഷണൽ ആയാലും സ്പീഡ് ആൻഡ് സേഫ് ആയാലും അവർ ഒരുവിധം സ്ഥലത്തൊന്നും അവർ ഡെലിവറി ചെയ്ത് കൊടുക്കാറില്ല. എല്ലാവരും ചെന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അയച്ചു എന്ന് പറഞ്ഞിട്ട് 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും കൊറിയർ കിട്ടും. കേരളത്തിന് വെളിയിലാണെങ്കിൽ 2 ദിവസമല്ല, ഒരു 3-4 ദിവസം എടുക്കും. പിന്നെ പൂക്കളുള്ള പ്ലാന്റ്സൊക്കെ വാങ്ങി വെച്ചിട്ട് അത് കേടായി പോയി, ചീഞ്ഞു പോയി എന്നൊക്കെ പറയുന്ന, അത് സക്സസ് ആവുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ട്യൂബർ പ്ലാന്റ്സ് വാങ്ങി വയ്ക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിനിടയിൽ കിഴങ്ങുണ്ടാവും. അപ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഫ് എന്തെങ്കിലും തരത്തിൽ കേടായി പോവുകയാണെങ്കിൽ തന്നെ ആ കിഴങ്ങ് നമ്മളെടുത്ത് വെള്ളത്തിലിട്ട് വെയിലിനൊക്കെ വയ്ക്കുമ്പോൾ വീണ്ടും അതിൽ നിന്ന് തൈകൾ കയറി വന്നിട്ട് നിങ്ങൾക്ക് അത് നട്ട് വെച്ച് പൂക്കൾ കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഓർഡറൊക്കെ തരുന്നതിന് മുന്നേ തന്നെ എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സൊക്കെ തന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിങ്ങളുടെ അവിടെ എത്ര ദിവസം കൊണ്ട് കിട്ടും എന്ന് പറയാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങൾ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് 2 ദിവസത്തിനുള്ളിൽ കിട്ടും കൊറിയർ അയക്കുമ്പോൾ. അപ്പോൾ നമ്മൾ വീക്കെൻഡിലൊന്നും കൊണ്ടുപോയിട്ട് കൊറിയർ അയക്കാറില്ല. തിങ്കൾ, ചൊവ്വ, ബുധൻ, പിന്നെ തൊട്ടടുത്ത ജില്ലയൊക്കെ ആണെങ്കിൽ മാത്രം വ്യാഴാഴ്ച കൂടി നമ്മൾ കൊറിയർ അയക്കും. വാട്ടർ ലിലീസ് ആണ് പറയുന്നത്. ലോട്ടസ് ട്യൂബേഴ്സ് ആണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും അയക്കാറുണ്ട്. ഫ്രൈഡേ മാത്രം ഇപ്പോൾ അയക്കാറില്ല. ആമ്പലൊക്കെ നട്ട് വയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് തന്നെ പോട്ട് ചെയ്ത് വയ്ക്കുക. നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ. നല്ല വെയിലാണ്. ആമ്പലിൻ്റെ ഡബ്ബലുകളിലെല്ലാം തന്നെ വെള്ളം പെട്ടെന്ന് കുറയുന്നുണ്ട്. അതുകൊണ്ട് വെള്ളമൊക്കെ പരമാവധി എപ്പോഴും നിറഞ്ഞിരിക്കാൻ തന്നെ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇലയൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ള വാട്ടർ ലിലീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇസ്ലാം മൊറാഡ ഓരോ ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇതുപോലെയുള്ള പൂക്കളുള്ള തൈകൾ നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ബ്ലൂ വിസിൽ, ഇതും എല്ലാ ഇലകളിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെതായി വലിയ പ്ലാന്റ് ആണെങ്കിൽ 120 രൂപ. പിന്നെ നിങ്ങൾക്ക് ഇതിലും ഇച്ചിരി സൈസ് വ്യത്യാസമുള്ള പ്ലാന്റ് ഉണ്ട്, അത് നമ്മൾ 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. എല്ലാം തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ബ്ലൂ, ഇതും ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്ന നല്ലൊരു പാരസ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ തൈ നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള തൈയാണ് കേട്ടോ. കീലാർഗോ, ഇതും പാരസ് തന്നെയാണ്. ഇതിൻ്റെ ഈ സെയിം പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് ആട്ടോ. ഇത് 100 രൂപയ്ക്ക് കൊടുക്കുന്നു. ഇതിൻ്റെ ഒരു മീഡിയം സൈസുള്ള പ്ലാന്റ് ഉണ്ട്, അത് 80 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പർപ്പിൾ ജോയ്, ഇത് ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റി ആണെങ്കിലും ഇത് അത്യാവശ്യം ഡിമാൻഡുള്ളൊരു വെറൈറ്റിയാണ്. കാരണം ഇതിന് എല്ലാ ഇലകളിൽ നിന്നും തൈകൾ കിട്ടത്തില്ല. നമുക്ക് എപ്പോഴെങ്കിലും മാത്രമേ ഇലയിൽ നിന്ന് തൈകൾ കിട്ടത്തുള്ളൂ. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇന്നസെൻസ്, ഇതും ഇലയിൽ നിന്ന് തൈകൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ്. നല്ല പ്യൂർ വൈറ്റ് ആയിട്ട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റി. അതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പർപ്പിൾ ഡയമണ്ട്, ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് കൊടുക്കുവാനായിട്ട്. 230 രൂപയ്ക്കാണ് ഈ സെയിം പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത്. നന്നായിട്ട് ഒരേ സമയം 2-3 ഒക്കെ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ് കേട്ടോ. ജുലങ് സാബ്, ഇതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ബഡുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത്. 150 രൂപയാണ് വില. ഗ്രീൻ സ്മോക്ക് നഗ്വാങ്, അതിൻ്റെ ഈ ബഡുള്ള പ്ലാന്റ് കൊടുക്കുന്നത് 80 രൂപയ്ക്കാണ്. വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ബ്ലൂ ആസ്റ്റർ, ഇത് മൾട്ടിപ്പറ്റൽ വാട്ടർ ലിലിയാണ്. കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന ഈ പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്, ഫ്ലവറിംഗ് പ്ലാന്റ്. നിമിത് മൈ, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ 230 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സബ്സ്റ്റോൺ, മഞ്ഞ വാട്ടർ ലിലിയാണ്. ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പർപ്പിൾ കൊളറാച്ച, കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 70 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ വൈറ്റും പിങ്കും അവൈലബിൾ ആണ്. പീച്ച് ബ്ലോ, ഇലയിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം പ്ലാന്റ് 120 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നെപ്സിയാപ്പ, നല്ല നേർത്ത പെറ്റൽസോടുകൂടി മൾട്ടിപ്പെറ്റൽ വെറൈറ്റിയിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റി ആട്ടോ. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഉണ്ടാവുന്നത്. അതിൻ്റെ ഈ സെയിം പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് 300 രൂപയ്ക്ക്. ഋഷി, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് വയലറ്റ് കളറിലുള്ള പൂക്കളാണ്.
ഇതിൻ്റെ സെയിം ഫ്ലോറിംഗ് പ്ലാന്റ് 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. വൈറ്റ് നഗ്വാങ്, ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സും ഫ്ലോറിംഗ് പ്ലാന്റ്സും ഉണ്ട്. 130 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ബുൾസൈ, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബർ പ്ലാന്റും ഒക്കെ നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ക്രോഞ്ചനോക്ക്, ഇതും നല്ല ഡാർക്ക് കളറിലുള്ള ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. നമുക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ. ഈ സെയിം പ്ലാന്റ് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. തവീക്കാൻ, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. നല്ല ഡാർക്ക് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ സെയിം പ്ലാന്റ് നമ്മൾ 250 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ട്യൂബർ പ്ലാന്റും അവൈലബിൾ ആണ്. ഫൊയ്ത്തോങ്, ഇതിൻ്റേതായി ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. പെറ്റൽസിൽ 2 കളറായിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ്. പിങ്കും ഒരു ക്രീം ഷെയ്ഡും. ട്രസ്വരാണ്, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അസബാദി, ഇതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റും ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. 400-450 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പ്ലം ഗ്രേസി, ഇതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സൊക്കെ മെച്ചൂർഡ് ആവുന്നതിനനുസരിച്ച് നടുക്ക് നല്ല വൈറ്റ് ഷെയ്ഡ് കൂടി കയറി വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ട്യൂബർ പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഇതിൻ്റെ സനംജായുടെ ട്യൂബർ പ്ലാന്റ്സും ഫ്ലവറിംഗ് പ്ലാന്റ്സും അവൈലബിൾ ആണ്. 280 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. മിയാമി റോസ്, ഇതും മജന്ത ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് 150 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ലിഗിത് ഫർ, ഇതും ഒരു മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് അവൈലബിൾ ആണ്. ട്യൂബർ പ്ലാന്റ്സ് വേണമെങ്കിൽ അതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. യെല്ലോ കൊറോക്കോട്ട്, ഇതും മൾട്ടിപെറ്റൽ വാട്ടർ ലില്ലിയാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്, ഈ ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഗോൾഡൻ ഫ്രണ്ട്ഷിപ്പ്, ഇത് മൾട്ടിപെറ്റൽ ആയിട്ടുള്ള മഞ്ഞ വാട്ടർ ലില്ലിയാണ്. അപ്പോൾ ഇതിൻ്റെയും ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട്. 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. സൈനുഫം, ഇതും നല്ല തിക്ക് പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അനൻപോൺ, ബേബി പിങ്ക് കളറിൽ പൂക്കളുണ്ടാവുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അതും കിഴങ്ങിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ സെയിം പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പാപ്പറോൺ പിങ്ക്, ഇതിൻ്റെയും സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് അവൈലബിൾ ആണ്. ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഹാർമണി റിച്ചി, ഇതിൻ്റെയും ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. ബ്ലാബർ മൗത്ത്, ഇതും ട്യൂബറിൽ നിന്നും തൈകൾ കിട്ടുന്ന വെറൈറ്റിയാണ്. ഇതിൻ്റെ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് കൊടുക്കുവാനുള്ളത്. സാരോൺ, ഇതിൻ്റെയും ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഷിഫോൺ, ഇതൊരു പുതിയ വെറൈറ്റിയാണ്. ഈ കാണുന്ന പോലെ തന്നെ പെറ്റൽസ് തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല വെയിറ്റ് ഉണ്ട് നമ്മളെ പൂവിന് തന്നെ. അപ്പോൾ അത്രയും പെറ്റൽസോട് കൂടി വരുന്ന വെറൈറ്റിയാണ്. നമ്മൾ വലിയ പാത്രത്തിലൊക്കെ നടുവാണെങ്കിൽ അത്രയും വലിയ പൂക്കൾ കിട്ടും കേട്ടോ. ഞാനിതൊരു മീഡിയം സൈസിലാണ് നട്ടേക്കുന്നത്. എന്നിട്ട് പോലും എനിക്ക് അത്രയും നല്ല ഫ്ലവറാണ് കിട്ടിയേക്കുന്നത്. നല്ല ഒത്തിരി പെറ്റൽസ് ഉണ്ട് കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. യോക്കാമ്പൂൻ, അതിൻ്റേതായി ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. വേണ്ടവരൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. പിങ്ക് കൊറാക്കോട്ട്, ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. ട്യൂബർ പ്ലാന്റ്സ് വേണ്ടവർക്ക് അതും അവൈലബിൾ ആണ്. 300 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഗോൾഡൻ യെല്ലോ നഗ്വാങ്, ഇതിൻ്റേത് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഐവാൻ, ഇതിൻ്റെ ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. വേണ്ടവരൊന്ന് വാട്സപ്പ് ചെയ്തോളൂ. ശശിമോന്തൻ, മഞ്ഞയിൽ മൾട്ടിപെറ്റൽ വെറൈറ്റി വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ശശിമോന്തൻ. അതിൻ്റേത് സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കൊടുക്കുവാനുള്ളത്. 500 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഓസ്ട്ര, നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെരിഗേറ്റഡ് ലീഫോട് കൂടി വരുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റേത് ഈ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 130 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. ഒരു ബേബി പിങ്ക് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. കൊഹിൻസോൺ, നല്ല തിക്ക് പെറ്റലായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 300 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അരുൺവാരി, നല്ല നേർത്ത പെറ്റൽസായിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ബ്ലൂമറാണ് കേട്ടോ. പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നടുക്കൊരു മഞ്ഞ ഷെയ്ഡൊക്കെ കയറി വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. 300 രൂപയ്ക്ക്. റെഡ് ഫെയർ വർക്ക്, നല്ല ഡാർക്ക് മജന്ത ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റിയാണ്. അതിൻ്റെ നടുഭാഗത്ത് കൂടി ചുറ്റുമായിട്ട് ഒരു വൈറ്റ് ഷെയ്ഡൊക്കെ കയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. കാണാൻ നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. വെരിഗേറ്റഡ് ലീഫൊക്കെ ആയിട്ട്. അതിൻ്റെ സെയിം പ്ലാന്റ് 400 രൂപയ്ക്കാണ് കൊടുക്കുന്നത്.
ഓറഞ്ച് നഗ്വാങ് അതിൻ്റെ പൂക്കളുള്ള പ്ലാന്റ് നമ്മൾ 140 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. റെഡ് ഡാലി ഇത് നമുക്ക് മൾട്ടിപ്പെറ്റലായിട്ട് ഡാർക്കായിട്ട് വരുന്നൊരു വെറൈറ്റി ആട്ടോ. കളർ ഡാർക്ക് മജന്ത, അതിൻ്റെ സെയിം ഫ്ലവറിംഗ് പ്ലാന്റ് 150 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അടുത്തത് വൈറ്റ് ക്യാപ്പൻസിസ്, ബ്ലൂ ക്യാപ്പൻസിസ്, പിങ്ക് ക്യാപ്പൻസിസ്, അങ്ങനെ ക്യാപ്പൻസിസിൻ്റെ 3 വെറൈറ്റീസും കൊടുക്കുവാനുണ്ട്. 130 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പൂക്കളുള്ള പ്ലാന്റ്സും ട്യൂബർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. അടുത്തത് ഒരു സീഡ്ലിംഗ് വെറൈറ്റിയാണ്. ഇത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതുപോലെ ബ്ലൂ കളറിൽ ഡാർക്ക് പിങ്കിലൊക്കെ വരുന്ന സീഡ്ലിംഗ് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കിതിൽ ട്യൂബർ പ്ലാന്റ്സ് ആണോ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണോ വേണ്ടതെന്ന് നോക്കുക. ഏത് വെറൈറ്റി ആണെന്ന് വേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി.